നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3, 2025 വെള്ളി. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിൽ ഗവൺമെൻറ് ഷട്ട് ഡൗൺ നിലനിൽക്കുന്നെങ്കിൽ കൂടിയിട്ടും S&P 500ഉം നാസ്ഡാക്കൊക്കെ പുതിയ ഹൈകൾ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻറ്റുകളിൽ യുഎസിൽ നിന്നുമുള്ള ISME മാനുഫാക്ചറിംഗ് ഡാറ്റയെക്കുറിച്ചും ഓസ്ട്രേലിയയിലെ ബാലൻസ് ഓഫ് ട്രേഡിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. തുടർച്ചയായിട്ട് 8 ട്രേഡിംഗ് സെക്ഷന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും കഴിഞ്ഞ ബുധനാഴ്ച RBI മോണിറ്ററി പോളിസി മീറ്റിംഗിൻ്റെ ഔട്ട്കം വന്നതിനെ തുടർന്ന് IT, ഓട്ടോ, ബാങ്കിങ് മേഖലകളിലുള്ള സ്റ്റോക്കുകളിലുണ്ടായ അതിശക്തമായ റാലിയെ തുടർന്ന് 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ നമ്മുടെ മാർക്കറ്റിന് സാധിക്കുകയുണ്ടായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1605.20 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2916.14 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് കഴിഞ്ഞ ബുധനാഴ്ചയിൽ മോണിറ്ററി പോളിസിയുടെ ഭാഗമായി വന്ന തീരുമാനങ്ങളെ തുടർന്ന് ശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല നിഫ്റ്റിക്ക് അതിൻ്റെ 100-ഡേ EMAയുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി നിഫ്റ്റിക്ക് 25,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം അവസാന 3 ട്രേഡിംഗ് സെക്ഷനിലും 24,600 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന കാഴ്ച ദൃശ്യമായതുകൊണ്ട് തന്നെ ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,600 എന്ന ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്ന് അതിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചില്ലെങ്കിൽ 24,600, 25,000 എന്നീ റേഞ്ചുകൾക്കിടയിലുള്ള ഒരു കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം 24,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഒക്ടോബർ 1 നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7:30 യുഎസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ മറികടന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ തന്നെയാണ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. ഓഗസ്റ്റ് മാസം 48.7 ആയിരുന്നു. സെപ്റ്റംബർ മാസത്തേക്ക് ഫോർകാസ്റ്റ് വന്നിരുന്നത് 49 ആയിരുന്നെങ്കിൽ ആക്ച്വലായിട്ട് 49.1 എന്ന ലെവലിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇന്നലെ ഒക്ടോബർ 2 ഓസ്ട്രേലിയയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മോശമായ ഡാറ്റ തന്നെയാണ് വരികയുണ്ടായത്. അതിനെ തുടർന്ന് ഓസ്ട്രേലിയയുടെ ട്രേഡ് സർപ്ലസ് ഗണ്യമായ രീതിയിൽ തന്നെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1.83 ബില്യണിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. എക്സ്പോർട്ടിൽ 7.8% ഇടിവാണ് മന്ത് ഓൺ മന്ത് ബേസിസിൽ നേരിടേണ്ടതായിട്ട് വരികയുണ്ടായത്. അതേസമയം ഇമ്പോർട്ട്സിൽ 3.2% ഉയർച്ചയും മന്ത് ഓൺ മന്ത് ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്നലെ ജപ്പാനിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ റിലീസ് ചെയ്തപ്പോൾ 2024 ഡിസംബറിന് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. ഓഗസ്റ്റ് മാസം 34.9 എന്ന ലെവലിൽ നിന്നും സെപ്റ്റംബറിലേക്ക് വന്നപ്പോൾ 35.3 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് പ്രധാനമായും 3 ഗ്ലോബൽ ഇവൻറ്റുകളാണുള്ളത്. 3 ഇവൻറ്റുകളും യുഎസിൽ നിന്നും തന്നെയാണ്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി സെപ്റ്റംബർ മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റിലീസ് ചെയ്യപ്പെടും. അതേസമയം തന്നെ സെപ്റ്റംബർ മാസത്തെ നോൺ ഫാം പേറോൾസും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. വൈകുന്നേരം 7:30 യുഎസിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയും റിലീസ് ചെയ്യപ്പെടും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക് ADRനും ICIC ബാങ്ക് ADRകൾക്കും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ ഇൻഫോസിസ് ADR 1.3%-ലേറെ ഇടിവ് നേരിട്ടുകൊണ്ട് ടോപ്പ് ലൂസറായിട്ടും മാറുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിൽ S&P 500ഉം നാസ്ഡാക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി.
റെക്കോർഡ് ഹൈയിൽ എത്തിച്ചേർന്നതിന് ശേഷം നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 1% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1% നേട്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലൊക്കെ അതിശക്തമായ ഇടിവ് നേരിട്ടെങ്കിലും നിലവിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിലും നേരിയ ഉയർച്ച തന്നെയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.24 എന്ന ലെവലിൽ ബുള്ളിഷായിട്ട് തന്നെ നിലകൊള്ളുന്നു. മാക്സ് പെയിൻ 24,800 എന്ന ലെവലിലും എബവ് ആവറേജ് വോളിയത്തോടുകൂടി ലോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സിംഗിൾ ഡേയിൽ നടന്ന അതിശക്തമായ റാലിയുടെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിൻ്റെ 100-day EMAയ്ക്ക് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. എങ്കിലും നിലവിൽ നിഫ്റ്റി അതിൻ്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20-day EMAകളുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50-day EMAയുടെയും താഴെയായിട്ട് തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എങ്കിലും RSIക്ക് 47.23 എന്ന ലെവലിലും എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിങ്ങും കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.1 എന്ന ലെവലിലും മാക്സ് പെയിൻ 55,500 എന്ന നിലയിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും എബവ് ആവറേജ് വോളിയത്തോടു കൂടിയിട്ടുള്ള സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ റാലിയെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിൻ്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെയും മറികടന്നുകൊണ്ട് അവയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിങ്ങും കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മാരുതി സുസുക്കി ഇന്ത്യ സെപ്റ്റംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ ടോട്ടൽ സെയിൽസിൽ 2.7% വർധനവാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 6.1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം എക്സ്പോർട്ടിൽ 52.2% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ടോട്ടൽ പ്രൊഡക്ഷനിൽ 26.4% ഉയർച്ചയും രേഖപ്പെടുത്തി. ഹീറോ മോട്ടോ കോർപ്പ് സെപ്റ്റംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ ഇയർ ഓൺ ഇയറിൽ ടോട്ടൽ സെയിൽസിൽ 7.9% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിൽ 5% ഉയർച്ചയും എക്സ്പോർട്സിൽ 94.8% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. TVS മോട്ടോർ കമ്പനി സെപ്റ്റംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ സെയിൽസിൽ 12% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം ടൂ വീലറിൻ്റെ സെയിൽസിൽ 11% ഉയർച്ചയും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ സെയിൽസിൽ 8% വളർച്ചയും ടോട്ടൽ എക്സ്പോർട്സിൽ 10% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ത്രീ വീലർ സെയിൽസിൽ 60% കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. സമ്മാൻ ക്യാപിറ്റൽ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള അവനീർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവർ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനിയുടെ അഫിലിയേറ്റ് കമ്പനിയാണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വഴി 63.66 കോടി ഷെയർസ് 8,850 കോടി രൂപ മുടക്കി കമ്പനി അക്വയർ ചെയ്തതിൻ്റെ ഫലമായിട്ട് 43.46% സ്റ്റേക്ക് ഇവർ അക്വിസിഷൻ നടത്തിയത് വഴി സമ്മാൻ ക്യാപിറ്റലിൻ്റെ പുതിയ പ്രൊമോട്ടറായിട്ടും മാറുകയുണ്ടായി.
നൗമ വെൽത്ത് മാനേജ്മെൻറ്റ് നൗമ മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്യുവാനും മാത്രമല്ല സ്പോൺസറായിട്ട് ആക്ട് ചെയ്യുവാനുമുള്ള അനുമതി സെബിയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ജോൺ കൊക്രിൽ ഇന്ത്യ ഗോദാവരി പവറിൻ്റെ ഭാഗത്തു നിന്നും കമ്പനിക്ക് പുതിയ കോൺട്രാക്റ്റ് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. കോൾ ഇന്ത്യ സെപ്റ്റംബർ മാസത്തെ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ 3.9% ഇടിവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ഇന്ന് ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.